ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോമൻ മീൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി നഗറ്റ്സ് ആണ്. നമ്മളെല്ലാവർക്കും, പ്രത്യേകിച്ച് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന, കൊച്ചു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫേവറേറ്റ് സ്നാക്സ് ആണ് നഗറ്റ്സ്. നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കൊക്കെ പോകുമ്പോൾ ചിക്കൻ നഗറ്റ്സ് മേടിക്കാറുണ്ട് പിള്ളേർക്കായിട്ട്. നമുക്കും അതുപോലെ തന്നെ ഇഷ്ടമാണ്. അപ്പോൾ വെജിറ്റേറിയൻ നഗറ്റ്സും ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടേറ്റോ ഉപയോഗിച്ചിട്ടുള്ളൊരു നഗറ്റ്സ് ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ വെക്കേഷൻ ഒക്കെ അല്ലേ, അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നഗറ്റ്സ് റെസിപ്പിയാണ്. സോ അതിന് നമ്മൾ യൂഷ്വലി ചീസും ബട്ടറൊക്കെ ചേർക്കും. പക്ഷെ അത് ഇല്ലാതെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ചീസും ബട്ടറും ഒന്നും ഇല്ലെങ്കിൽ തന്നെ നഗറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അപ്പൊ ഒരു റെസിപ്പിയിലോട്ട് പോവാം. അപ്പൊ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റും ചെയ്യാം. അപ്പൊ വരും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ നഗറ്റ്സ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 4 മീഡിയം സൈസ് പൊട്ടാറ്റോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് അളവിന് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സോൾട്ട് ആവശ്യത്തിന്, ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ, കസ്തൂരി മേത്തി, ഗരം മസാല, പിന്നെ ഒരു 2 സ്പൂണോളം കോൺഫ്ലവർ. ഇതൊക്കെയാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇപ്പം നമുക്ക് 4 മീഡിയം സൈസ് പൊട്ടാറ്റോസ് നന്നായി ബോയിൽ ചെയ്ത് വെള്ളമൊക്കെ വാർത്തളിഞ്ഞ് നന്നായിട്ട് അതിനെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ, ഗരം മസാല, കസ്തൂരി മേത്തി, പിന്നെ സോൾട്ട്, ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആവശ്യം, ടേസ്റ്റ് അനുസരിച്ച് സ്പൈസും സോൾട്ടൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൽ പകുതി ബ്രെഡ് ക്രംസും ചേർത്ത് കൊടുക്കാം. പകുതി ചേർത്തിയാൽ മതി. പകുതി ബ്രെഡ് ക്രംസ് ഇതിൽ ചേർത്ത് നന്നായിട്ടിത് കുഴച്ചെടുക്കാം. കുഴച്ച് മിക്സ് ചെയ്ത് പിന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ഈ പൊട്ടാറ്റോ മിക്സ്ചർ മസാല ഒക്കെ ചേർത്ത് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിതിനെ ഷേപ്പ് ചെയ്തെടുക്കാൻ പോണ്. അപ്പം ഞാനിതൊരു ഓവൽ ഷേപ്പിലാണ് ഈ നഗറ്റ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഓവൽ ഷേപ്പിലെടുത്തു. അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ താല്പര്യം, സ്ക്വയർ ആണോ റൗണ്ട് ആണോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഷേപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്തെടുക്കാൻ പോണ്. അപ്പം ആദ്യം തന്നെ ഈ കോൺഫ്ലവർ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചതിൽ ഈ നഗറ്റ്സ് എടുത്ത് അതിൽ കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. എന്നിട്ട് അതിനെ അങ്ങനെ തന്നെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് വീണ്ടും കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡ് ക്രംസിൽ എടുക്കുമ്പോൾ ഈ പുറത്തിൽ ടെക്സ്ചർ നന്നായിട്ടുണ്ടാവും, നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. അതിനാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഈ മിക്സ്ചറൊക്കെ ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. ഇപ്പം ഞാൻ ഈ പൊട്ടാറ്റോ മിക്സ്ചർ മുഴുവനുമായിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കിതൊരു 30 മിനിറ്റ്സ് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ച് റെസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇപ്പം നിങ്ങൾക്ക് ചീസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ റോൾ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ചീസിൻ്റെ ഒരു പീസ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. അടുപ്പത്തൊരു കടായി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകണം. നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമ്മളെ നഗറ്റ്സ് എടുത്ത് ഇതിലിടാൻ പാടുള്ളൂ. എണ്ണ കുറച്ച് ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്, നല്ലോണം ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നഗറ്റ്സ് ഓരോന്നായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ, ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കണം. കൂടുതൽ സമയമൊന്നും എടുക്കില്ല. ഓൾറെഡി കുക്ക് ചെയ്ത് പൊട്ടാറ്റോ ആയതുകൊണ്ട് മുകൾ ഭാഗം ഒന്ന് കുക്ക് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഓരോന്നായി നമ്മളിതിൽ ഇട്ട് കൊടുത്തിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ നഗറ്റ്സ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ പുറത്തുള്ള ടെക്സ്ചർ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മളുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി പൊട്ടാറ്റോ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ മയോണൈസിൻ്റെ കൂടെയോ നല്ല ചൂടോടെ കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റൂം ആൻഡ് മീൽ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.